അമ്മ റൂമിന്റെ അകത്തേക്ക് കയറി ഡ്രസ്സൊക്കെ മാറാൻ തുടങ്ങിയതും സിദ്ധു അവളുടെ ഇടുപ്പിൽ കൂടി കൈകൾ ചേർത്ത് പുറകിൽ കൂടി ചുറ്റി പിടിച്ചിരുന്നു. അഭിയേട്ടാ മാറിക്കേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡ്രസ്സ് മാറിയിട്ട് വേറെ ഇടണ്ട അമ്മോ. അവൻ കുറുമ്പോട് അവളുടെ തോളിൽ തല വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തല ചരിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. അവനാണെങ്കിൽ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അയ്യേ ഒന്ന് പോയേ അഭിയേട്ടാ, കൊഞ്ചാൻ വന്നേക്കുന്നു, വേറൊന്നും വേണ്ടായോ? അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. തൽക്കാലം അത് മതി അമ്മോ, വേറെ ഒന്നും വേണ്ട. അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. അഭിയേട്ടാ, ചേട്ടായിയും പപ്പയും മമ്മിയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇതുവരെ ഞാനവരെ പിരിഞ്ഞിരുന്നിട്ടില്ല, ആദ്യമായിട്ടാ ഇങ്ങനെ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവന് സങ്കടമായി. അയ്യേ, അതിനെന്തിനാ എൻ്റെ അമ്മ കരയുന്നേ? നിനക്ക് എപ്പോൾ അവരെ കാണണമെന്ന് തോന്നുന്നോ, എപ്പോൾ അവിടെ പോയി നിൽക്കണമെന്ന് തോന്നുന്നോ, അപ്പോഴൊക്കെ നിനക്ക് അവരെ പോയി കാണുകയും അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം മാത്രം നീ എനിക്ക് വാക്ക് തരണം. സിദ്ധു അവളെ നോക്കി ദയനീയമായി പറഞ്ഞതും അവൾ അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെ പ്രശ്നം നമുക്കിടയിൽ ഉണ്ടായാലും നീ എന്നെ വിട്ടുപോവില്ല എന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് സത്യം ചെയ്യണം. ആ ഒരു ഒറ്റ വാക്ക് മതി എനിക്ക്. അവൻ കൈകൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. അതിന് നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ അഭിയേട്ടാ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു. അറിയില്ലടാ, ജീവിതമല്ലേ, പല പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ നമുക്കിടയിൽ ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഉണ്ടാകുമെന്നല്ല, മാക്സിമം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കും. എന്നെക്കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്ന എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിനക്ക് സാധിച്ചു തരും. പിന്നെ ജീവിതമായതുകൊണ്ട് നമുക്ക് മുൻപോട്ടുള്ള കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ചില പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ നമുക്കിടയിൽ ഉണ്ടായെന്ന് വരാം. പക്ഷെ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ പോലും അത് പറഞ്ഞു തീർക്കാൻ നമ്മൾ പരസ്പരം ശ്രമിക്കണം. എനിക്ക് ആ ഒരു വാക്ക് മാത്രം നീ തന്നാൽ മതി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. നമുക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അഥവാ നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരിക്കലും അഭിയേട്ടനെ വിട്ടിട്ട് പോവില്ല. കാരണം എൻ്റെ ജീവനും ജീവിതവും ഒക്കെ എൻ്റെ അഭിയേട്ടനാ. അഭിയേട്ടൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ പെണ്ണായി, അഭിയേട്ടൻ്റെ ഭാര്യയായി, ഏട്ടൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി എനിക്കിവിടെ ജീവിക്കണം. എൻ്റെ അഭിയേട്ടൻ്റെ കൂടെ എനിക്ക് സ്വത്തും മുതലും സമ്പാദ്യവും സ്വർണവും ഒന്നും വേണ്ട. പക്ഷെ അഭിയേട്ടൻ ഇപ്പം എന്നെ സ്നേഹിക്കുന്നില്ലേ, അതുപോലെ ജീവിതകാലം മുഴുവൻ അഭിയേട്ടൻ ഏട്ടൻ്റെ അമ്മുവിനെ സ്നേഹിക്കണം. ആ വാക്ക് എനിക്ക് തരുമോ? അവൾ കൊഞ്ചലോട് അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചതും അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നിൽ നിന്നൊരു മോചനം ഇല്ല അമ്മോ. ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മരണത്തിലേക്ക് മാത്രമായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ അമ്മുവിനെ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവളും അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ച് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, നീ ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് വാ കേട്ടോ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നമ്മളിപ്പോൾ എന്തിനാ പുറത്തേക്ക് പോകുന്ന അവിയേട്ടാ? അവൾ സംശയത്തോടെ ചോദിച്ചു. അതെന്താ, എൻ്റെ പെണ്ണിനെ കൂട്ടി എനിക്ക് പുറത്ത് പൊയ്ക്കൂടാന്നുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് തിരികെ ചോദിച്ചതും അവളും പുഞ്ചിരിച്ചു. പെട്ടെന്ന് വരണേ, ഞാൻ താഴെ കാണും. അവൻ അവളെ നോക്കി പറഞ്ഞതും അവളും ചിരിയോടെ തലയാട്ടി. വീട്ടിലേക്ക് വന്ന അശ്വിൻ ഡ്രസ്സ് പോലും മാറാതെ അവൻ്റെ പാൻറ്റിൻ്റെ അടിയിലിരുന്ന് ഡയറി എടുത്തു. അവൻ ആദ്യത്തെ പേജ് മറിച്ചു. അതിൽ മനോഹരമായ കൈയക്ഷരത്തിൽ അവൾ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഓരോ വരികളും വായിക്കാനായി തുടങ്ങി. അവൻ വായിക്കുന്ന അനുസരിച്ച് ആ സന്ദർഭങ്ങൾ അവൻ്റെ മുൻപിൽ അവൻ കണ്ടു. ഇന്ന് കോളേജിൽ എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഏട്ടൻ കോളേജിൻ്റെ മുൻപിൽ എന്നെ ഇറക്കി വിട്ടിട്ട് തിരികെ പോയിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ഭയമായിരുന്നു. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെയുള്ള ഭയം. കോളേജ് ആയതുകൊണ്ട് തന്നെ റാഗിങ്ങും മറ്റും ഉണ്ടെന്ന് സിദ്ധുവേട്ടനും തരുൺ ചേട്ടനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീനിയേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ അറിയാവുന്നതുപോലെ അത് ചെയ്യണമെന്നും അവരോട് വെറുതെ വഴക്കിനൊന്നും പോകരുതെന്നും ഏട്ടന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് കോളേജിൻ്റെ അകത്തേക്ക് കയറിയത്. മുൻപിൽ പോയ ഒരു പെൺകുട്ടിയോട് ക്ലാസ് ചോദിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നും ആരോ വിസിലടിക്കുന്ന സൗണ്ട് കേട്ടത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് 3-4 പേര് ഒന്നിച്ച് കൂടിയിരിക്കുന്നത് കണ്ടു. അതിലൊരു ചേട്ടൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. ആദ്യം അവരെ കണ്ട് പേടി തോന്നിയെങ്കിലും അവരുടെ ഒപ്പം കുനിഞ്ഞിരിക്കുന്ന ഒരാളിലേക്ക് എൻ്റെ കണ്ണുകളെത്തി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നതായിരുന്നു ആ നിമിഷം എനിക്ക്. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ആ മനുഷ്യനെ തൊട്ടടുത്തേക്ക് പോകാൻ, ആ മുഖം ശരിക്കൊന്ന് കാണാൻ എൻ്റെ മനസ്സ് കൊതിച്ചു. അതുകൊണ്ട് തന്നെ അവർ അടുത്തേക്ക് വിളിച്ചപ്പോൾ ഒരു പേടിയുമില്ലാതെ ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. പക്ഷെ അവരുടെ അടുത്തേക്ക് പോകാൻ എൻ്റെ മനസ്സ് അത്രത്തോളം കൊതിക്കുന്നുണ്ടായിരുന്നു. അതിൽ എന്നെ വിളിച്ച ചേട്ടൻ എന്നോട് പേര് ചോദിക്കുകയും മറ്റൊരു ചേട്ടൻ എന്നോട് പാട്ട് പാടാൻ പറയുകയും ചെയ്തു. പാട്ട് പാടാൻ എനിക്ക് മടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ പാടി. അവരെന്നെ ഒരുപാട് അഭിനന്ദിച്ചു. പക്ഷെ അപ്പോഴേക്കും എൻ്റെ കണ്ണുകൾ ആ മനുഷ്യൻ്റെ മുഖത്തായിരുന്നു. എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ചേട്ടൻ. അതുകൊണ്ട് തന്നെ എന്നെ മുഖമുയർത്തി നോക്കുകയോ എന്നെ റാഗ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. കൂടെ നിന്ന 3 ചേട്ടന്മാരാ എന്നോട് പേരുമൊക്കെ ചോദിച്ചത്.
എന്നോട് സംസാരിച്ച ഒരു ചേട്ടൻ ആ ചേട്ടനെ നോക്കി ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ ബുക്കിൽ നിന്നും തലയുയർത്തി നോക്കിയത്. പിന്നെ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എൻ്റെ മുഖത്തേക്ക് ആ ചേട്ടൻ നോക്കിയതും ഞാൻ ചിരിച്ചു കാണിച്ചു. അപ്പോൾ ആ ചേട്ടനും എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അശ്വിനെ പോയാലോ എന്നുള്ള മറ്റൊരു ചേട്ടൻ്റെ വിളി കേട്ടപ്പോൾ ആ ചേട്ടൻ്റെ പേര് അശ്വിൻ എന്നാണെന്ന് ഞാൻ അറിയുന്നത്. ആ ബുക്ക് ലൈബ്രറിയിൽ വെച്ചിട്ട് വരാമെന്നും അവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കോ എന്നും ആ ചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും എന്നോട് ആ ചേട്ടന്മാർ ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ തലയാട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു. അന്നത്തെ ദിവസം പിന്നെ അശ്വിൻ ചേട്ടനെ ഞാൻ കണ്ടിട്ടില്ല. കോളേജിൽ നിന്നും വീട്ടിലേക്ക് തിരികെ വരാൻ നേരം സിദ്ധുവേട്ടനാണ് എന്നെ വിളിക്കാനായി വന്നത്. കാറിലേക്ക് കയറുന്നതിന് മുൻപും ഞാൻ അശ്വിൻ ചേട്ടനെ അവിടെയൊക്കെ തന്നെ തിരഞ്ഞു. പക്ഷേ അവിടെ എങ്ങും കണ്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കടന്നുപോയി. എനിക്കറിയില്ല ആ ചേട്ടനോട് തോന്നുന്നത് പ്രണയമാണോ എന്ന്. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം ഈ ഡയറിയിൽ എഴുതുമ്പോൾ പോലും ആ ചേട്ടനെ ഒന്നുകൂടി ഒന്ന് കാണാൻ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നുണ്ട്. ഇനി അതിനാണോ പ്രണയമെന്ന് പറയുന്നത്? ഇതായിരുന്നു ആദ്യത്തെ പേജിൽ എഴുതിയിരുന്നത്. അതിൻ്റെ ബാക്കി വായിക്കാൻ അടുത്ത പേജ് തുറക്കാനായി പോയതും അവൻ്റെ മുറിയുടെ വാതിലിൽ ആരോ വന്ന് മുട്ടി. അവൻ പെട്ടെന്ന് തന്നെ ഡയറി അടച്ച് കട്ടിലിനടിയിലേക്ക് വെച്ചിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. അമ്മുവും സിദ്ധുവും കൂടെ ഷോപ്പിങ്ങിനും മറ്റുമായിട്ട് ഇറങ്ങിയതാണ്. അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സും മറ്റും കാര്യങ്ങളും ഒക്കെ അവൻ വാങ്ങിക്കൊടുത്തു. സിദ്ധു ഏതോ ഷർട്ട് ട്രൈ ചെയ്യാൻ ട്രയൽ റൂമിലേക്ക് പോയതും അമ്മു അവന് വേണ്ടുന്ന മറ്റൊരു ഷർട്ടും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആത്മീയ, പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. ഒരു ക്യാപ്പ് വെച്ച ചെറുപ്പക്കാരൻ. ഒരു ബനിയനും ബ്ലാക്ക് കളർ പാൻറ്റുമാണ് വേഷം. കഴുത്തിലൊരു ചെയിൻ കിടപ്പുണ്ട്, കയ്യിലൊരു വാച്ചും. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്നെ അറിയോ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൾ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അറിയാൻ സാധ്യതയില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സിദ്ധുവിൻ്റെ ഫ്രണ്ടാണ്, റിനോഷ്. റിനോ എന്ന് വിളിക്കും. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ കാണിച്ചു. അവളാണെങ്കിൽ അവന് തിരികെ കൈ കൊടുക്കണോ വേണ്ടായോ എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. എന്താടോ, തനിക്കെന്നെ പേടിയാണോ? അവൾ കൈ കൊടുക്കാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ ചിരിയോടെ സംശയത്തോട് ചോദിച്ചു. അവൾ സിദ്ധുവിനെ ചുറ്റിനും നോക്കി. അപ്പോഴേക്കും സിദ്ധു അങ്ങോട്ടേക്ക് വന്നിരുന്നു. അമ്മു അവനോട് സംസാരിക്കുന്നത് കണ്ടതും സിദ്ധു സംശയത്തോടെ നോക്കി. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സിദ്ധുവിന് അതാരാണെന്ന് കാണാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എടാ റിനു, നീ എന്താ ഇവിടെ? സിദ്ധു ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചപ്പോഴാണ് സിദ്ധുവിന് അവനെ അറിയാമെന്ന് അമ്മുവിന് മനസ്സിലായത്. നിന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലായില്ലടാ. ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടും എനിക്കൊരു കൈ പോലും തന്നില്ല, അവൻ പരാതി പോലെ സിദ്ധുവിനോട് പറഞ്ഞു. അത് കേട്ടതും സിദ്ധു സംശയത്തോടെ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് എനിക്ക് അറിയാത്തത് കൊണ്ടാ, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. അവൾ സിദ്ധുവിനെ നോക്കി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞങ്ങൾ ഫ്രണ്ട്സാട്ടോ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അടുത്ത ഫ്രണ്ട്സ് അല്ലേടാ? അവൻ ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി പറഞ്ഞതും സിദ്ധു തലയാട്ടിയിരുന്നു. ഞാൻ കുറച്ചുനാൾ ഇവിടെ ഇല്ലായിരുന്നു, അങ്ങ് ബാംഗ്ലൂരായിരുന്നു. ഇപ്പം 2 ആഴ്ചയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ബട്ട് മാരേജിൻ്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലായതും ഞാൻ തൻ്റെ പേര് വിളിച്ചതും. അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. എന്നിട്ടാണോ പന്നി നീ കല്യാണത്തിന് വരാഞ്ഞത്? സിദ്ധു അവൻ്റെ വയറ്റിൽ ചെറുതായി ഒന്ന് ഇടിച്ചുകൊണ്ട് ചോദിച്ചു. ഓ മാൻ, ഞാൻ കുറച്ച് ബിസി ആയി പോയടാ, അതുകൊണ്ടാ. പിന്നെ സിദ്ധിമോളെ ഓർത്തപ്പോൾ എനിക്കെന്തോ വരാൻ തോന്നിയില്ല. ഞാൻ എപ്പോൾ വന്നാലും അവളുടെ മുഖമല്ലായിരുന്നോ ഞാൻ കാണുന്നത്? അപ്പോൾ ഒരു വിഷമം. അവൻ വിഷമത്തോടെ പറഞ്ഞതും സിദ്ധുവിൻ്റെ മുഖവും മാറി. ആ അതിരിക്കട്ടെ, മറ്റു പയ്യൻ്റെ കാര്യം എന്തായി? നമ്മുടെ സിദ്ധിയെ ചതിച്ച ആ പയ്യനെ കിട്ടിയോ? അവൻ പറയാൻ തുടങ്ങി. നിക്കടാ, ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. അവൻ പറയാൻ തുടങ്ങിയതും സിദ്ധു പെട്ടെന്ന് വിഷയം മാറ്റുന്നത് പോലെ പറഞ്ഞു. അമ്മു എല്ലാം എടുത്തില്ലേ? തങ്ങളെ നോക്കി നിൽക്കുന്ന അമ്മുവിനെ നോക്കി സിദ്ധു ചോദിച്ചു. കഴിഞ്ഞു അവിയേട്ടാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ. അവൻ അമ്മുവിനെ വിളിച്ചുകൊണ്ട് ബില്ലിംഗ് സെക്ഷനിലേക്ക് നടന്നതും അവനും അവരുടെ ഒപ്പം ചെന്നു. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുൻപേ പോയതും സിദ്ധു അവനെ നോക്കി പറഞ്ഞു. എന്താടാ, സംതിങ് സീരിയസ്? അവൻ സംശയത്തോടെ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനാണെങ്കിൽ ആണെന്നുള്ള രീതിയിൽ അവരെ നോക്കി തലയാട്ടി. എടാ, സിദ്ധി പ്രണയിച്ചിരുന്ന ആള് അമ്മുവിൻ്റെ ചേട്ടനാ, അശ്വിൻ. ഒരുപാട് പറയാനുണ്ട് എനിക്ക് നിന്നോട്. പക്ഷെ ഇവിടെ വെച്ചൊന്നും വേണ്ട. അവൾക്ക് സംശയം തോന്നും. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. നീ ഞങ്ങളുടെ ഒപ്പം വീട്ടിലേക്ക് വാ. സിദ്ധു അവനെ നോക്കി പറഞ്ഞു. ബട്ട് സിദ്ധു, എന്താ ഇതൊക്കെ? അവൻ്റെ പെങ്ങളെങ്ങനെ? അവൻ സംശയത്തോടെ സിദ്ധുവിനോട് ചോദിച്ചു. ഒക്കെ പറയാം, എനിക്ക് ഒരുപാട് നിന്നോട് പറയാനുണ്ട്. സിദ്ധു അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. നീ വീട്ടിലേക്ക് വരില്ലേ? സിദ്ധു തിരികെ ചോദിച്ചു. യാ ഓഫ് കോഴ്സ്. ഒരുപാട് നാളായല്ലേ മുത്തശ്ശിയെ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ സിദ്ധിമോൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നതേ ഇല്ലായിരുന്നു. അവൻ വിഷമത്തോടെ പറഞ്ഞതും സിദ്ധുവിനും സങ്കടമായി. സിദ്ധു അമ്മും ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇറങ്ങി. നീ എങ്ങനെ വന്നത്? കാറിലാണോ? സിദ്ധു സംശയത്തോടെ റിനോയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതേടാ, ഞാൻ കാറിലാ. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. അവൻ പറഞ്ഞതും സിദ്ധു തലയാട്ടി. അവർ അവരുടെ കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചതും അവനും അവരുടെ പുറകെ കാറിൽ അവരുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു. വീട്ടിലേക്ക് വന്നതും അമ്മു ഡ്രസ്സൊക്കെ മാറാനും മറ്റുമായി മുറിയിലേക്ക് പോയി. റിനു മുത്തശ്ശിയോട് സംസാരിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. സിദ്ധുവും അവനോടൊപ്പം അവിടെ ഇരിക്കുകയായിരുന്നു.
കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അമ്മ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി വന്നു. ചേട്ടനെ കുടിക്കാൻ എടുക്കട്ടെ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഓ വേണ്ടമ്മു. അവൻ ചിരിച്ചുകൊണ്ട് അത് നിരസിച്ചു. അമ്മു, മുത്തശ്ശി മുറി കൊണ്ടാക്ക്. സിദ്ധു അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ മുത്തശ്ശിയും പിടിച്ച് അവരുടെ മുറിയിലേക്ക് നടന്നു. എന്താണ് സംഭവിച്ചത്? അവൾ പോയതും റിനോ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇത് ഉണ്ടായതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണോ സിദ്ധു? ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ? അവൾ അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കാമെന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടോ? അവൻ സംശയത്തോടെ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചിരുന്നു. എനിക്കപ്പോൾ അത് മാത്രമാണ് ടെൻഷൻ. അവളറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ചിന്ത. എനിക്കറിയില്ല എന്ത് വേണമെന്ന്. അമ്മ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ സിദ്ധു കാണില്ല. അവൻ നിശ്ചയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. തരുണും സോനയും വെറുതെ കാറിൽ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. കുറച്ചധികം ദൂരം ചെന്നതും അവൻ കാറ് സൈഡിലേക്ക് ഒതുക്കി. അവളാണെങ്കിൽ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. എന്താ മോനെ തരുണേ, ഒരവലക്ഷണം? അവൻ്റെ ചിരി കണ്ട് അവൾ സംശയത്താൽ ചോദിച്ചു. ചുമ്മാ. അവൻ ചിരിച്ചുകൊണ്ട് ചുമലനക്കി. അവൾ മൂളിക്കൊണ്ട് കൈകൾ മാറിൽ കെട്ടി. സോന, പിന്നെ ഉണ്ടല്ലോ. അവൻ അവളുടെ മാറിൽ കെട്ടിയിരുന്ന കൈകളെടുത്ത് അവൻ്റെ തുടയുടെ മുകളിലേക്ക് വെച്ചിട്ട് അതിൽ തഴുകാൻ തുടങ്ങി. പിന്നെ ഉണ്ടിട്ടില്ല ചാച്ചാ. അവൾ കുറുമ്പോടെ അവൻ്റെ കൈകൾ അവൻ്റെ കയ്യിൽ നിന്നും മാറ്റിക്കൊണ്ട് പറഞ്ഞു. ആൻഡ്രോമാൻറ്റിക് തിണ്ടി. അത് കണ്ടതും അവൻ പതിയെ പറഞ്ഞു. അവൻ പതിയെ പറഞ്ഞതാണെങ്കിലും അവളത് നല്ലതുപോലെ കേട്ടിരുന്നു. അത് കേട്ട് അവൾ ചിരിച്ചു. എടി, നമ്മളിപ്പോൾ കുറേ നാളായില്ലേ പ്രണയിക്കാൻ തുടങ്ങിയിട്ട്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ ചാച്ചനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ചാച്ചൻ എന്ന് മുതൽ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. എന്തിന്, അധിക ദിവസം പോലും ആയില്ല. അമ്മുവിൻ്റെ സിദ്ധു സാറിൻ്റെയും വിവാഹത്തിൻ്റെ അന്നാ ചാച്ചൻ എന്നോട് ഇഷ്ടം പറഞ്ഞത്. അതിപ്പോൾ 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി. ആ, എന്തായാലും 3 ദിവസം ആയല്ലോ? അവൻ തിരികെ ചോദിച്ചു. ഊവ്, അതായിട്ടുണ്ട്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേ 3 ദിവസം ആയതുകൊണ്ട് നമുക്കൊന്ന് കിസ് ചെയ്താലോ? അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിൻ്റെ ആവശ്യമൊന്നും തൽക്കാലം ഇല്ല. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞതും അവന് സങ്കടമായി. ശരി. അവൾ പറഞ്ഞത് കേട്ടതും അവൻ പറഞ്ഞുകൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു.